ആൽഫ്രഡ് നോബൽ നോബൽ സമ്മാനം ഏർപ്പെടുത്തിയതിനു പിന്നിൽ വളരെ അർത്ഥവത്തായ ഒരു കഥയുണ്ട്. ഡൈനാമിറ്റ് കണ്ടുപിടിച്ചതിലൂടെ ലോകപ്രശസ്തനായ സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഒരു ഫ്രഞ്ച് പത്രം അത് ആൽഫ്രഡ് നോബലാണെന്ന് തെറ്റായി കരുതി ഒരു ചരമക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. മരണത്തിന്റെ വ്യാപാരി എന്ന തലക്കെട്ടോടെ വന്ന ആ വാർത്ത അദ്ദേഹത്തെ നടുക്കിക്കളഞ്ഞു. താൻ മരിച്ചതിനുശേഷം ലോകം തന്നെ ഒരു കൊലയാളിയായോ നാശമുണ്ടാക്കിയ ആളായോ ഓർക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. തന്റെ സമ്പാദ്യം ലോകത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പുരസ്കാരമായി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചു. മാനവരാശിയുടെ പുരോഗതിക്കായി ഭൗതികശാസ്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, സാഹിത്യം, സമാധാനം എന്നീ മേഖലകളിൽ മികച്ച സംഭാവന നൽകുന്നവർക്ക് തന്റെ സ്വത്തിന്റെ വലിയൊരു ഭാഗം വീതിച്ചു നൽകണമെന്ന് അദ്ദേഹം തന്റെ വിൽപത്രത്തിൽ എഴുതിവെച്ചു. തന്റെ പേരിൽ ഒരു നല്ല പൈതൃകം അവശേഷിപ്പിക്കാനും ലോകത്ത് സമാധാനവും വിജ്ഞാനവും വളർത്താനുമാണ് അദ്ദേഹം ഈ പുരസ്കാരം വിഭാവനം ചെയ്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള അംഗീകാരമായി നോബൽ സമ്മാനം മാറിയതിനു പിന്നിൽ പശ്ചാത്താപത്തിൽ നിന്ന് ഉദിച്ച ഈ ചിന്തയാണ്.